പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവിൽ പ്രിയ ദൈവജനമേ, പരിശുദ്ധ സഭ വലിയ നോമ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 5-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച. ഈ ദിവസത്തെ വേദവായനയ്ക്കായിട്ട് പിതാക്കന്മാരിലൂടെ പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നത് ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 2 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. അവിടുത്തെ പരാമർശ വിഷയം നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു മശീഹ ഒരു ഭൂതബാധിതനെ സൗഖ്യമാക്കുന്ന ഒരു സംഭവമാണ്. ഗലീലാക്കടലിലെ യാത്ര ചെയ്തു വന്ന യേശു തമ്പുരാൻ ആ പടവിൽ നിന്ന് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഖബറുകളിൽ അല്ലെങ്കിൽ സെമിത്തേരികളിൽ പാർത്തിരുന്ന ഒരുവനെ കാണുകയാണ്. ചങ്ങലക്കിട്ടവനായി അല്ലെങ്കിൽ ചങ്ങല തകർത്തവനായി, ശരീരം തന്നെത്താൻ ചതച്ച് പീഡിപ്പിച്ച് രക്തം ഒലിക്കുന്നവനായി, മാനസിക നില തകർന്നവനായി ഒരുവൻ യേശുവിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവനെക്കൊണ്ട് ആ ദേശത്ത്, ആ നാട്ടിൽ വലിയ പ്രതിസന്ധിയാണ്. അവൻ ചെല്ലുന്നിടങ്ങളിലൊക്കെയും അസ്വസ്ഥത ചെയ്യും, മറ്റുള്ളവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കും. അങ്ങനെയുള്ള ഒരുവൻ ആയിരിക്കുന്നിടത്തേക്കാണ് യേശു തമ്പുരാൻ ഇറങ്ങി ചെല്ലുന്നത്. അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന നേരം യേശുവിനെ നേരിട്ട് കണ്ട ഈ ഭൂതബാധിതനായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് അവൻ ഉച്ചത്തിൽ അട്ടഹസിച്ച് ഇപ്രകാരം പറയുകയാണ്: അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, നിനക്ക് എന്നോട് എന്ത്? കാരണം ഈ പിശാച് ബാധിതനായിരിക്കുന്ന, ഭൂതബാധിതനായിരിക്കുന്നവന് മനസ്സിലായി തന്നെ എതിർപ്പെട്ടു വരുന്ന ആ യേശു ആരാണെന്ന്, അവൻ്റെ ശക്തി എന്താണെന്ന്. ഒരുപക്ഷെ ഏതെങ്കിലും സ്വബോധമുള്ള നേരത്ത് യേശുവിനെക്കുറിച്ച് അവൻ കേട്ടിരിക്കാം, യേശുവിൻ്റെ പ്രവർത്തനം കണ്ടിരിക്കാം, മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞിരിക്കാം. അതുകൊണ്ട് തന്നെ തന്നെ ലക്ഷ്യമാക്കി ഗലീലാക്കടലിൽ നിന്ന് യാത്ര കഴിഞ്ഞ് പടവിറങ്ങി വരുന്ന യേശു തമ്പുരാൻ തൻ്റെ അടുക്കിലേക്കാണ് വരുന്നതെന്ന് കണ്ട ഈ ഭൂതബാധിതൻ അല്ലെങ്കിൽ ഭൂതബാധിതനുള്ളതായ ഭൂത സ്വഭാവം യേശുവിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിനോട് വിളിച്ച് ചോദിക്കുകയാണ്: അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, നിനക്ക് എന്നോട് എന്ത് എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യ ജീവിതത്തിലും യേശുവിനെ കാണാനുള്ള സാഹചര്യം, യേശുവിനെ കാണാനുള്ള അവസരം പല വിധേന തുറന്നു കിട്ടും. ചിലത് അവരത് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിന്നാകും, മറ്റൊന്ന് ഏതെങ്കിലും വേദനയുടെ നടുവിൽ നിന്നാകും, ഒരു രോഗത്തിൻ്റെ നടുവിൽ നിന്നാകും. എന്ന് വരികിലും യേശു തമ്പുരാനെ കണ്ടെത്തുമ്പോൾ അവൻ്റെ കൃപയ്ക്ക് കീഴിൽ താണിരിപ്പാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ഒരുങ്ങണം. എന്നാൽ പിശാച് ബാധിതനായ, ഭൂതബാധിതനായ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആ ഭൂതാത്മാവ് യേശുവിനോട് വെല്ലുവിളിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന വിധത്തിൽ കരയുന്ന കരച്ചിലാണ് നമ്മൾ കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ യേശു അവൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൽ നിന്ന് ആ ഭൂതമൊന്ന് മാറി അവന് സ്വസ്ഥതപ്പെടാൻ അവസരവും സന്ദർഭവും സാഹചര്യവുമുണ്ട്. എന്നാൽ അതിനവൻ തയ്യാറാകാതെ കണ്ട് എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്, എന്നെ ഇപ്രകാരം വിട്ടുകൂടെ എന്ന് ചോദിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്നാൽ അവനോട് അശുദ്ധാത്മാവെ, ഈ മനുഷ്യനെ വിട്ടു പോക എന്ന് ആദ്യമേ യേശു തമ്പുരാൻ പറഞ്ഞതുകൊണ്ടാണ് അവൻ അപ്രകാരം ഇങ്ങനെ പറഞ്ഞത്. എന്നിട്ട് യേശു അവനോട് ചോദിക്കുന്നുണ്ട്: നിൻ്റെ പേര് എന്താകുന്നു? നിൻ്റെ പേര് എന്താകുന്നു എന്ന് ചോദിക്കുന്നു. ആ പേര് ചോദിക്കുമ്പോൾ ഈ അശുദ്ധാത്മാവ് പറയുന്നുണ്ട്,
ഞങ്ങൾ അനേകരാണ്. ഞാൻ ഒരാത്മാവല്ല, പല ആത്മാക്കളുടെ ഒരു സംഘം എന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് ലഗിയോൻ എന്നാണ് പറയുന്നത്. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കി കളയരുതെന്ന് അവൻ വളരെ അപേക്ഷിക്കുകയും ചെയ്തു. അവിടെ മലയരികിൽ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പിശാചുകൾ അവനോട്, ഈ പന്നികൾ പ്രവേശിക്കത്തക്കവണ്ണം ഞങ്ങളെ അയക്കണമെന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവൻ അവരെ അനുവദിച്ചു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികൾ പ്രവേശിക്കുകയും ആ കൂട്ടം കിഴുക്കാന്തൂക്കായ സ്ഥലത്തേക്ക് ഓടുകയും അവിടെ നിന്ന് കടലിൽ വീണ് വെള്ളം കുടിച്ച് ചാവുകയും ചെയ്തു. അവ 2000-ഓളം ഉണ്ടായിരുന്നു. അവയെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരത്തിലും ഗ്രാമത്തിലും ഈ സംഗതികൾ അറിയിച്ചു. പ്രിയമുള്ളവർ, ഈ ഭാഗം വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഏത് അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയും കർത്താവിൻ്റെ ഒരു നോട്ടം മതി, ഒരു ശാസനം മതി അവനെ രക്ഷപ്പെടുത്തുവാനായിട്ട്. അങ്ങനെ രക്ഷ പ്രാപിപ്പാനായിട്ട് ഏതെങ്കിലും വിധത്തുള്ള അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മിൽ ഉണ്ടെങ്കിൽ, രോഗാനുഭവത്തിൻ്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവമുണ്ടെങ്കിൽ ആ തമ്പുരാൻ്റെ മുമ്പിൽ ചെന്ന് പെടുക എന്നതാണ് ഏക ആശ്രയം. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് പറ്റണം. നമ്മൾ ഈ നോമ്പുകാലം മുഴുവനും ഇത് തന്നെയാണ് ധ്യാനിക്കുന്നത്. 1-ാമത്തെ ആഴ്ച മുതൽ പ്രതിസന്ധി തുടങ്ങുന്ന ഭവനത്തിൽ നിന്ന് ആരംഭിച്ച് വ്യക്തികളിലൂടെ രോഗികളുടെ തനിക്ക് തന്നെ മക്കൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയൊക്കെയും കർത്താവ് ഇടപെടുമ്പോൾ അവൻ എതിർപ്പെട്ട് ചെന്ന് അവൻ്റെ കാൽപ്പിൽ വീണ് തമ്പുരാൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, അവൻ്റെ സന്നിധിയിലേക്ക് താണിരുന്ന് അവൻ്റെ കരത്തിൻ കീഴിൽ ശിരസ് വെച്ച് കൊടുത്ത് അവൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ, അവൻ്റെ കൃപ പ്രാപിപ്പാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിന് ഈ നോമ്പുകാലത്തെ ശുശ്രൂഷകളുടെ സംബന്ധവും ഈ നോമ്പുകാലത്തെ വായനയുടെ അനുഭവവും നമുക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.